നമസ്കാരം. 10-ാം ഇടത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. 28-ാം തീയതി, അതായത് സെപ്റ്റംബർ മാസം 28 മുതൽ ഒക്ടോബർ മാസം 4-ാം തീയതി വരെയുള്ള ഒരാഴ്ച 27 നക്ഷത്രങ്ങൾ മടങ്ങുന്ന 12 കൂറുകാർക്കും എങ്ങനെയാണ് എന്ന് നോക്കാം. 2-ാം തീയതി, ഒക്ടോബർ മാസം 2-ാം തീയതി ബുധൻ തുലാം രാശിയിലേക്ക് സംക്രമിക്കുന്നു. മേടക്കൂർ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. തുടക്ക ദിവസം ഒരുപക്ഷെ പ്രതീക്ഷിക്കാത്ത ചില ഇടങ്ങളിൽ നിന്നോ ചില സുഹൃത്തുക്കളിൽ നിന്നോ, സുഹൃത്തുക്കളായിരിക്കണമെന്നില്ല, ഇപ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും വിഷയത്തിൽ കലഹമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അഭിപ്രായ വ്യത്യാസമോ അല്ലെങ്കിൽ അകലത്തിൽ ഇരിക്കുന്നവരോ ആകാം, അങ്ങനെയുള്ള വ്യക്തികളിൽ നിന്നും ഇവർക്ക് ചില അപ്രതീക്ഷിത സഹായങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത തുടക്ക ദിവസം തന്നെ കാണുന്നു. ഒരുപക്ഷെ ഭാവിയിൽ ഗുണം ചെയ്യുന്ന ചില കൂട്ടുകെട്ട് അല്ലെങ്കിൽ ചില സംരംഭങ്ങളുടെ തുടക്കം, അതൊക്കെ ഈ ആഴ്ചയുടെ തുടക്ക ദിവസത്തിൽ ഇവർ ചർച്ച ചെയ്യുകയോ അതുമായി ബന്ധപ്പെട്ട് അനുകൂലമായ തീരുമാനങ്ങൾ, മിക്കവാറും നടക്കാൻ സാധ്യതയുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും ചെയ്യുന്നതായി കാണുന്നു. സാമ്പത്തികവും ഇവർക്ക് ഈ ദിവസങ്ങളിൽ പൊടുന്നനവേ ചില സഹായമായി എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തുടക്ക ദിവസം അത്ര ദോഷമെന്നല്ല അല്ല. എന്നാൽ മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് തുടക്ക ദിവസം ഒന്നുകിൽ അവരുടെ മേടക്കൂറിൽപ്പെട്ട പുരുഷ നക്ഷത്രക്കാർക്ക് അവരുടെ സ്ത്രീ ബന്ധങ്ങളിൽ, അതായത് മാതാവിനോ സഹോദരിക്കോ മകൾക്കോ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ സ്ത്രീ ചങ്ങാതിമാർക്കോ ഏതെങ്കിലും വിധത്തിലുള്ള ശാരീരികമായ അവശതയോ അപകട സാധ്യതകളോ കാണുന്നുണ്ട്. ഈ നക്ഷത്രത്തിൽപ്പെട്ട പുരുഷന്മാർക്കായാലും സ്ത്രീകൾക്കായാലും നട്ടെല്ല് സംബന്ധമായോ അല്ലെങ്കിൽ അസ്ഥി സംബന്ധമായോ ഏതെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും വിരളമല്ല. എന്നാൽ അപ്രതീക്ഷിതമായ ധനസഹായം, അതുപോലെ മറ്റു സാങ്കേതിക സഹകരണ സഹായങ്ങൾ, അതൊക്കെ ഇവർക്ക് ഈ ദിവസത്തിൽ ഉണ്ടാവുകയോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അനുകൂലമായ ചില നീക്കങ്ങൾ ഉണ്ടാവുകയോ ചെയ്യും. തുടർന്നുള്ള 2 ദിവസങ്ങൾ ഇവരുടെ പിതാവിനത്ര നല്ലതല്ല. ചിലപ്പോൾ ചില യാത്രകൾ തടസ്സപ്പെട്ടെന്നിരിക്കാം. എന്നാൽ അതിനുശേഷം ആഴ്ചയുടെ 2-ാം പകുതിക്ക് ശേഷം ഇവർക്ക് വളരെ ഗുണമാണ് കാണുന്നത്. അതായത് ആദ്യ പകുതിക്ക് ശേഷമുള്ള 3 ദിവസങ്ങളും വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. ഈ ഒരുപക്ഷെ തുടങ്ങിവെച്ച പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ആരംഭിച്ച പ്രവർത്തനങ്ങൾ അതൊക്കെ പിന്നീടായിരിക്കും, അതായത് ആഴ്ചയുടെ 2-ാം പകുതിയിലായിരിക്കും അതിനൊക്കെ ജീവൻ വയ്ക്കുക. സാമ്പത്തികമായ സഹായം, പ്രവർത്തനങ്ങളിൽ വിജയം, തങ്ങൾ ഏർപ്പെടുന്ന കർമ്മങ്ങളിലെല്ലാം തന്നെ ഏതെങ്കിലും വിധത്തിലുള്ള ധനസഹായമോ സന്താനങ്ങളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനം അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലുള്ള മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനോ മംഗളകർമ്മങ്ങൾ നടത്തുവാനോ സാധിക്കുന്ന ദിവസം, വരുമാനത്തിൽ വർധനവ്, യാത്ര കൊണ്ട് ഗുണം, ഇതെല്ലാം ആഴ്ചയുടെ 2-ാമത്തെ പകുതിയിൽ കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 1 ഉച്ചകഴിഞ്ഞ് 2, 3, 4 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് ഇടവക്കൂറാണ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ 2-ാമത്തെ മുക്കാൽ, രോഹിണി മകയിരത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളവും ഈ ആഴ്ചയുടെ തുടക്കത്തിലെ ദിവസമാണ് ഏറ്റവും പ്രധാനം. അത് അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ തക്കവണ്ണമുള്ള ചില പ്രേരക ശക്തിയുള്ള ദിവസങ്ങളായി മാറുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഭവങ്ങളുടെ ദിവസങ്ങളായി മാറുന്നു. ജീവിതത്തിൽ ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തിയെ കണ്ടുമുട്ടുക, ചിലപ്പോൾ ചിലർക്കെങ്കിലും വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമുണ്ടാവുക, പ്രണയ സാഫല്യമുണ്ടാവുക, ഇഷ്ടപ്പെട്ട വ്യക്തിയുമൊത്ത് സഞ്ചരിക്കുവാനോ എവിടെയെങ്കിലുമൊക്കെ സംഗമിക്കുവാനോ സാധ്യതയുണ്ടാവുക, അതുപോലെ തന്നെ വിദേശവുമായി ബന്ധപ്പെട്ട യാത്ര, പഠനം, ജോലി, ഈ കാര്യങ്ങളിലൊക്കെ പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടാവുക. ചിലപ്പോൾ വിദേശത്ത് പോകാനുള്ള കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുക. ഇനി അവിടെ ഈ നക്ഷത്രക്കാർ, ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ വിദേശത്താണ്, ഇപ്പോൾ ഏതെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടിന് അതിൻ്റെ ഗുരുത്വം കുറയുക, കുറച്ച് ലഘുവാവുക, കാര്യങ്ങൾ കുറച്ചുകൂടി തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുന്നൊരവസ്ഥ വരിക. സാമ്പത്തികമായ ഗുണമുള്ള ദിവസമാണ്. പൊതുവെ യാത്ര കൊണ്ട് ഗുണവും വിജയവും ഒക്കെ കാണുന്നു. എന്നാൽ ആഴ്ചയുടെ തൊട്ടടുത്ത 2 ദിവസങ്ങൾ, അതായത് ആദ്യ പകുതിക്ക് തൊട്ടടുത്തുള്ള ദിവസങ്ങൾ അല്പം സൂക്ഷിക്കണം. സാമ്പത്തികമായ സഹായം ഉണ്ടാകുമെങ്കിലും ശാരീരികമായ അവശതയും ചില ചതികളിൽ ചെന്ന് പെടാനും സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഇടവക്കൂറിലെ സ്ത്രീ നക്ഷത്രക്കാർക്ക് പുരുഷന്മാരാലും ഇടവക്കൂറിലെ ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരായ പുരുഷന്മാർക്ക് സ്ത്രീകൾ മുഖേനയും ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം. ചില യാത്രകൾക്ക് തടസ്സം വരാം. മൂക്കിനോ പല്ലിനോ ചെറിയ ക്ഷതം സംഭവിക്കാനുള്ള സാധ്യതയുമുണ്ട്. എന്നാൽ തുടർന്നുള്ള ദിവസങ്ങൾ വളരെ ഗുണകരമാണ്. ആഴ്ചയുടെ അവസാന ദിവസം ഇവർക്ക്
ഏറ്റവും നല്ല ഗുണമാണ്. സാമ്പത്തികമായ നേട്ടം, വിദേശവുമായി ബന്ധപ്പെട്ടുള്ള ഇവരുടെ പ്രവർത്തനങ്ങളിലോ അല്ലെങ്കിൽ അത്തരം സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട് വിജയസാധ്യത അകലെ നിന്നിരുന്ന കാര്യങ്ങളിൽ അതിനൊക്കെ മാറ്റമുണ്ടാകുകയും വിജയസാധ്യത തെളിയുകയും സാമ്പത്തികമായി കുറച്ച് സഹായമുണ്ടാവുകയും തുടക്കമൊന്നും ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനമായിട്ടായിരിക്കില്ല, ഒരുപക്ഷെ ഇവരെ സഹായിക്കാൻ കുടുംബത്തിലെ കാരണവസ്ഥാനത്തുള്ളവരോ അല്ലെങ്കിൽ ഇവർ അപേക്ഷിച്ചിട്ടുള്ള വായ്പാ സ്ഥാപനങ്ങളിൽ നിന്ന് അനുവദനീയമായ അവസ്ഥയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആഴ്ചയുടെ രണ്ടാം പകുതിയിലാണ് അത് കൂടുതലും കാണുന്നത്. ആഴ്ചയുടെ അവസാന ദിവസമാണ് സാമ്പത്തികമായി ഇവർക്ക് കൂടുതൽ ക്ഷേമമുണ്ടാകുന്നതും കാണുന്നത്. എന്തായാലും ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ ആദ്യ പകുതിയുടെ ആദ്യ ദിവസത്തിന് ശേഷമുള്ള ദിവസങ്ങളും അതുപോലെ തന്നെ ആഴ്ചയുടെ ആദ്യ പകുതി കഴിഞ്ഞുള്ള തൊട്ടടുത്തുള്ള ദിവസങ്ങളും ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ വേണം. പിതാവിൻ്റെ ആരോഗ്യ സംബന്ധമായ കാര്യത്തിലും പ്രശ്നം കാണുന്നുണ്ട്. അതുപോലെ പിതാവിന് ഇവരുമൊത്തമുള്ള ദീർഘദൂര യാത്രകളൊക്കെ അല്പം ശ്രദ്ധയോടുകൂടി ചെയ്യണമെന്നും ഇവരോട് പറയുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 28 ശേഷം 1 ആണ് താരതമ്യേന ഗുണമുള്ള ദിവസങ്ങൾ. അടുത്തത് മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ രണ്ടാമത്തെ അര, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും പ്രധാനം ആഴ്ചയുടെ ആദ്യ പകുതിയാണ്. സാമ്പത്തിക നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം. കഴിഞ്ഞ കുറേ കാലമായി ഏതെങ്കിലും വിധത്തിൽ മുടങ്ങിക്കിടന്നിരുന്ന ആലസ്യം കൊണ്ടോ പ്രവർത്തനക്ഷമതയില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് സാമ്പത്തികമായ ഏതെങ്കിലും പരാധീനതകൾ കൊണ്ടോ ഒക്കെ മുടങ്ങിക്കിടന്നിരുന്ന ചില പ്രവർത്തനങ്ങൾ ജീവൻ വയ്ക്കുന്നതായി കാണുന്നു. ഒന്നുകിൽ അവർക്കതിന് സാമ്പത്തിക സഹായം ലഭ്യമാകുന്നു, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലുള്ള സാങ്കേതിക സഹായ സഹകരണങ്ങൾ വ്യക്തികളിൽ നിന്ന് കിട്ടുന്നു, അനുയോജ്യമായ വ്യക്തികളിൽ നിന്ന് കിട്ടുന്നു, ബന്ധപ്പെട്ട വ്യക്തികളിൽ നിന്ന് കിട്ടാനുള്ള സാധ്യത വർദ്ധിക്കുന്ന ദിവസങ്ങളാണ് ആഴ്ചയുടെ ആദ്യ പകുതിയിൽ. മറ്റൊരു പ്രധാന വിശേഷം ഇവരുടെ കടബാധ്യതയിൽ അല്ലെങ്കിൽ ഇവർ ആർക്കെങ്കിലും ഏതെങ്കിലും വിധത്തിലുള്ള വാഗ്ദാനങ്ങൾ നിറവേറ്റാനുണ്ടായിരുന്നത് നടക്കാതെ ഇരുന്ന അവസ്ഥ മാറുന്നു. വാഗ്ദാനങ്ങൾ നിറവേറ്റപ്പെടുന്നു. ശത്രുത മിത്രമായി മാറുന്ന അവസ്ഥ കാണുന്നു. കുറേ കാലമായി ഇവർ ആരോടെങ്കിലും ഏത് വിധത്തെങ്കിലും കലഹമോ പ്രശ്നമോ അകൽച്ചയോ ഉണ്ടായിരുന്നെങ്കിൽ അതിനൊക്കെ ഒരു മൈത്രീഭാവം നിലവിൽ വരുന്നു. ഇഷ്ടപ്പെട്ട വ്യക്തികൾ തമ്മിൽ വിഷയമുണ്ടായിരുന്നെങ്കിൽ സാമ്പത്തിക കാര്യത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലോ വിഷയമുണ്ടാവുകയും അവർ അകന്നു നിൽക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ അതിനും മാറ്റമുണ്ടാകുന്നതായി കാണുന്നു. അതുകൊണ്ട് മിഥുനക്കൂറിൽപ്പെട്ടവർക്ക് ദാമ്പത്യ സംബന്ധമായ കാര്യങ്ങളിലും വൈകാരിക സംബന്ധമായ കാര്യങ്ങളിലും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്ന സംരംഭങ്ങളിലും ആദ്യ പകുതി വളരെ വിജയകരമായിട്ട് കാണുന്നു. സാമ്പത്തിക നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം, ആഴ്ച കൊണ്ട് ഗുണമൊക്കെ കാണുന്നു. കൈപ്പത്തിയിലോ കൈമുട്ടിലോ ഒക്കെ മുറിവുണ്ടാകാനുള്ള സാധ്യത ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. നയനം, ഹൃദയം, ഞരമ്പുകൾ ഈ ഭാഗത്തും ഏതെങ്കിലും വിധത്തിലുള്ള ശാരീരിക അവശതയുണ്ടാവാം. മാതാവിനും അത്ര നല്ലതല്ല എന്ന് കാണുന്നു. വാഹനം വളരെ സൂക്ഷിച്ചോടിക്കണം. ആഴ്ചയുടെ അവസാന ദിവസം പൊടുന്നനവേ ഇവർക്ക് ചില സഹായ സഹകരണങ്ങൾ ഇവരുടെ പ്രവർത്തനങ്ങൾക്ക് ഒത്താശയായി കിട്ടുന്നതായി കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ഇവരുടെ പിതാവിൽ നിന്നോ അല്ലെങ്കിൽ ഇവരുടെ കാരണവസ്ഥാനത്തുള്ള വ്യക്തികളിൽ നിന്നോ അല്ലെങ്കിൽ മേലധികാരികളിൽ നിന്നോ അതുമല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നോ അധികാരികളിൽ നിന്നോ ഒക്കെ ഇവർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതായി കാണുന്നുണ്ട്. അതുകൊണ്ട് മിഥുനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ ആദ്യ പകുതി കൂടുതൽ ഗുണവും പിന്നീട് അവസാന ദിവസം താരതമ്യേന ഗുണവുമായി കാണുന്നു. നല്ല ദിവസങ്ങൾ മിഥുനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിൽ 28, 29, 30, 1 ഉച്ചവരെ താരതമ്യേന ഭേദമായ ദിവസങ്ങളാണ്. അടുത്തത് കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ സാമ്പത്തിക നേട്ടത്തിന് ഉതകുന്ന വിധത്തിലുള്ള സൗമ്യമായ കർമ്മ പദ്ധതികളും സൗമ്യമായ ഇടപെടലുകളും ആരെയും ആകർഷിക്കുന്ന തരത്തിലുള്ള ഇവരുടെ പെരുമാറ്റവും ഒക്കെ തന്നെ ഈ ആഴ്ചയും നിലനിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ചും തങ്ങളുടെ കർമ്മമേഖലയിൽ പ്രവർത്തിക്കുക മാത്രമല്ല, ഏറ്റവും ശക്തമായ രീതിയിൽ ഏറ്റവും കഴിവുറ്റ രീതിയിൽ പ്രവർത്തിക്കുക മാത്രമല്ല, മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യുന്ന തരത്തിൽ, സ്വാധീനിക്കുന്ന തരത്തിൽ, വശത്താക്കുന്ന തരത്തിലുള്ള ചില കഴിവുകളും ഉള്ളതായി കാണുന്നു. പ്രത്യേകിച്ചും ഇവരുടെ വ്യക്തിത്വം കുറച്ചുകൂടി വർദ്ധിക്കുന്നതായി കാണുന്നു. ആകാരഭംഗിയും സൗന്ദര്യവുമൊക്കെ വർദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് പൊതുവേ ഇവർക്ക് ഗുണമാണ് ഈ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിലും അതുപോലെ തന്നെ ആഴ്ചയുടെ അവസാന ദിവസങ്ങളിലുമൊക്കെ ഗുണമാണ് കാണുന്നത്. പുതിയ വസ്ത്രം ലഭിക്കുകയോ വാഹനം ലഭിക്കുകയോ ഒക്കെ ചെയ്യാം. പുതിയ വീട്ടിലേക്ക് താമസം മാറ്റാം, അല്ലെങ്കിൽ വീട്ടിൽ അറ്റകുറ്റപ്പണികൾ നടക്കാം. മറ്റു വിധത്തിലുള്ള സുഖസൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള പണം ഇവരിൽ കൈവരുന്നതായും കാണുന്നുണ്ട്. അല്ലെങ്കിൽ സുഖസമൃദ്ധമായ
ദിവസങ്ങളിലേക്ക് ഇവർക്ക് ഈ ആഴ്ചയിൽ പോകാൻ സാധിക്കും, വാടകയ്ക്കെങ്കിലും പോകാൻ സാധിക്കുമെന്ന് കാണുന്നു. പിന്നെ ഇവർക്ക് എല്ലാ കാര്യത്തിലും ഒരു ആശങ്കയുണ്ടായിരുന്നു കഴിഞ്ഞ കുറേ കാലമായി എന്ന് പറയുന്നു. ഈ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ അത്തരം ചില പ്രശ്നങ്ങൾ ഉണ്ടാകാമെങ്കിലും പിന്നീട് വരുന്ന ദിവസങ്ങളിൽ അത്തരം മനസ്സിൻ്റെ ഭയാശങ്കകളൊക്കെ മാറുന്നതായിട്ടാണ് കാണുന്നത്. സന്താനങ്ങളെ ചൊല്ലി ചിലപ്പോൾ ആഴ്ചയുടെ തുടക്ക ദിവസം അല്പം വിഷമമുണ്ടാകാം. ഒരുപക്ഷെ സന്താനങ്ങളുടെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിലോ അല്ലെങ്കിൽ അവരുടെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിലോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വീട്ടിൽ മംഗളകർമ്മം നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ചിലരെങ്കിലും ഈ നക്ഷത്രക്കാരിൽ, കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരിൽ പുതിയ വീട് വെച്ച് മാറി താമസിക്കാനൊക്കെയുള്ള ഒരു അവസ്ഥ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവസ്ഥ കാണുന്നത് വിദേശവുമായി ബന്ധപ്പെട്ടുള്ള ധനസഹായമാണ്. കഴിഞ്ഞ കുറേ കാലമായി ഇവർ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനങ്ങളിൽ ചില സഹായങ്ങൾ നൽകാം എന്ന് വാഗ്ദാനം ചെയ്തിരുന്നവർ മാറി നിന്നിരുന്നു. അത്തരം കാര്യങ്ങളുമായി വീണ്ടും അവർക്ക് ഒരു പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന തരത്തിലുള്ള വാർത്തകൾ കേൾക്കാൻ ഇടവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുവെ ഗുണകരമാണ്. അതുപോലെ ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം, ആഴ്ചയുടെ അവസാന ദിവസം ആയിരിക്കാം ഒരുപക്ഷെ ഈ പണം ഇവർക്ക് കിട്ടും എന്ന് ഉറപ്പുണ്ടാകുന്നത്. ശാരീരികമായ അവശത വരാൻ സാധ്യത, പ്രത്യേകിച്ചും നട്ടെല്ലിനും അതുപോലെ മനസ്സിൻ്റെ ആവശ്യമില്ലാത്ത വിഭ്രമാത്മകമായ അവസ്ഥകൾ ഹൃദയത്തിനെയും ഏതെങ്കിലും തരത്തിൽ ദോഷപ്പെടുത്താം എന്ന് കാണുന്നുണ്ട്. കണ്ണ്, ഹൃദയം, ഞരമ്പുകൾ ഈ ഭാഗങ്ങൾ ശ്രദ്ധിക്കണം. അതാണ് മുഖം ആണ് പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നയന രോഗത്തിനോ നയനത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ, നയനങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാവുന്നതല്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 29, 30, 1, 2, 3 താരതമ്യേന നല്ല ദിവസങ്ങളാണ്. അടുത്തത് ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും ആഴ്ചയുടെ രണ്ടാം പകുതി കൂടുതൽ ഗുണകരമായിട്ട് കാണുന്നു. ഈ ഗുണകരം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കുറേ കാലമായി ഇവർ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ നടക്കുക, തങ്ങളുടെ തന്നെ മനസ്സിൻ്റെ ഉഴപ്പ്, ആലസ്യം, മടി, ഈ അവസ്ഥകളെയൊക്കെ മാറി കുറച്ചുകൂടി ഊർജ്ജസ്വലമായ കാര്യങ്ങളിലേക്ക് കിടക്കുക. ചില വിഷയങ്ങളിൽ ഇവർക്കുണ്ടായിരുന്ന അറിവില്ലായ്മകൾ അല്ലെങ്കിൽ എതിർപ്പുകൾ ഇതൊക്കെ തന്നെയും മാറുന്നതായിട്ട് കാണുന്നു. സമമനസ്സോടുകൂടി എന്നാൽ പ്രവർത്തനങ്ങളിൽ വിജയമുണ്ടാകണം എന്ന ധാരണയോടുകൂടി ഇവർ തങ്ങളുടെ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. ശത്രുതാ മനോഭാവമൊക്കെ വെടിയുന്നു. ഇവരോട് ഇങ്ങോട്ടും തിരിച്ച് ശത്രുതയുള്ളവർ അതൊക്കെ വെടിഞ്ഞ് കൂടുതൽ മിത്രഭാവത്തിൽ, സഹകരണ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ആഴ്ചയുടെ രണ്ടാം പകുതി ധനപരമായ നേട്ടങ്ങളുടെ കാര്യത്തിലും ജോലി ചെയ്യുന്ന കാര്യത്തിലുമൊക്കെ വളരെ പോസിറ്റീവായ അനുഭവങ്ങളാണ് ഉണ്ടാകുന്നത് എന്ന് കാണുന്നു. അതുപോലെ തന്നെ വിവാഹ സംബന്ധമായ കാര്യങ്ങളിലും ഗുണകരമായ അവസ്ഥകളാണ് ആഴ്ചയുടെ രണ്ടാമത്തെ പകുതിയിൽ. ഇഷ്ടപ്പെട്ട വ്യക്തിയെ കാണാൻ സാധിക്കുന്നു. അല്ലെങ്കിൽ ഓൾറെഡി കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ, ദാമ്പത്യത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നവർക്ക് ഒരു പരിധിവരെ അതിൽ നിന്നൊക്കെ മാറാൻ സാധിക്കുന്നു ഈ ആഴ്ചയുടെ രണ്ടാമത്തെ പകുതിയിൽ. മനസ്സിന് സന്തോഷം ലഭിക്കുന്ന നിമിഷങ്ങൾ പങ്കുവയ്ക്കാൻ സാധിക്കുന്നു. സാമ്പത്തികമായ ലാഭമുണ്ടാകുന്നു. സ്വന്തം കമ്പനിയിൽ ഉയർച്ച ഉണ്ടാകുന്ന തരത്തിലുള്ള വാർത്തകൾ കേൾക്കാൻ ഇടവരുന്നു. കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന മറ്റൊരിടത്തേക്ക് മാറാൻ സാധിക്കുന്നു ചിലർക്കെങ്കിലും ഈ നക്ഷത്രക്കാരിൽ. അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊന്ന്, ഇവരുടെ വിദേശവുമായി ബന്ധമുള്ള ചില പ്രോജക്റ്റുകളോ അല്ലെങ്കിൽ ഇവരുടെ ആശ്രിതർ വിദേശത്തുള്ളവർക്ക് ഗുണകരമായ അവസ്ഥയോ അവരുടെ പ്രശ്നങ്ങളിൽ മാനസികമായി അനുഭവിച്ചിരുന്ന വിഷമങ്ങൾക്ക് മാറ്റം വരാനുള്ള സമയമൊക്കെ ആയതായിട്ട് ഈ ആഴ്ച ഇവർക്ക് പ്രത്യേകിച്ചും രണ്ടാം പകുതിയിൽ അനുഭവവേദ്യമാകുന്നു. അതുകൊണ്ട് പൊതുവേ ഈ ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയുടെ രണ്ടാം പകുതി കൂടുതൽ ഗുണകരമാണ്. എന്നാൽ ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം, ഇവർക്ക് ലോവർ അബ്ഡമിൻ ഭാഗങ്ങൾ, കീഴ്വയറ്, ജെനിറ്റൽ ഓർഗൻസ് ഭാഗങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത. വെള്ളം ആവശ്യത്തിന് കുടിക്കണം. ലിവറുമായി ബന്ധപ്പെട്ടോ കിഡ്നിയുമായി ബന്ധപ്പെട്ടോ ഒക്കെ എന്തെങ്കിലുമൊക്കെ തകരാറുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രായഭേദമന്യേ അതിനൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകാം. എന്നാലും പ്രത്യേകമായി ശ്രദ്ധിക്കണം. അപവാദങ്ങളും തടസ്സങ്ങളും ഇപ്പോഴും ഇവിടെ പിന്തുടരുന്നുണ്ട്. ആ കാര്യവും മറക്കാതിരിക്കുക. ചെലവ് വർദ്ധിച്ചിരിക്കാനുള്ള സാധ്യത ഈ മാസത്തിൽ കാണുന്നുണ്ട്. അതിൻ്റെ തുടക്കം ഈ ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ കാണാം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 1 ഉച്ചകഴിഞ്ഞ് 2, 3, 4 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് കന്നിക്കൂറാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ രണ്ടാമത്തെ മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ
രണ്ടാം പകുതിയിൽ കൂടുതൽ ഗുണം കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ആദ്യത്തെ ദിവസം വലിയ പ്രതീക്ഷകളും മനസ്സിന് ധൈര്യം കിട്ടുന്ന, മനസ്സിന് ഉന്മേഷം കിട്ടുന്ന ചില പ്രവർത്തനങ്ങൾ ഇവർക്ക് അനുഭവിക്കാൻ ഇടയാവുകയും അതുകൊണ്ട് തന്നെ ആഴ്ചയുടെ തുടക്ക ദിവസം ഇവർക്ക് വളരെ നല്ലതായി തോന്നുകയും ചെയ്യുന്നുണ്ട്. സാമ്പത്തികമായി ഉയർച്ച കിട്ടുന്ന ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളോ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഒപ്പുവെക്കുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇവർക്ക് കൂടുതൽ ഉറപ്പ് കിട്ടുന്ന തരത്തിലുള്ള ചില അവസ്ഥകൾ ഉണ്ടാവുകയോ ചെയ്യുന്നതായി കാണുന്നു. അതുപോലെ തന്നെ ഏറ്റവും വേണ്ടപ്പെട്ട ബന്ധുക്കളിൽ ഏറ്റവും വേണ്ടപ്പെട്ട സഹോദര സ്ഥാനത്തുള്ളവരിൽ ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികളുമായി ഒക്കെ ഒത്ത് ചേർന്ന് ചില നല്ല അനുഭവങ്ങൾ കാഴ്ചവെക്കാൻ, നല്ല അനുഭവങ്ങൾ നേടാൻ ഇവർക്ക് സാധിക്കുന്നു. അവധി ദിവസം നന്നായി ആഘോഷിക്കാനുള്ള ഒരു അവസ്ഥ കന്നിക്കൂറിനെ സംബന്ധിച്ചിടത്തോളം കാണുന്നുണ്ട്. കണ്ണിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടാകാനും ഒക്കെയുള്ള സാധ്യത. അതുപോലെ തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒന്ന് മുറിവ് ശരീരത്തിലുണ്ടാകാനുള്ള സാധ്യതയാണ്. പ്രത്യേകിച്ചും മുഖം, കഴുത്ത് ഈ ഭാഗങ്ങളിലൊക്കെ ഇൻഫെക്ഷനോ മുറിവോ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അത് മനസ്സിലാക്കുക. മറ്റൊന്ന്, ഇവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി വളരെ ഗുണം കിട്ടുന്ന ഒരവസ്ഥ ഇവർക്ക് വരാൻ പോകുന്നുണ്ട്. അതിൻ്റെ തുടക്ക ശ്രമങ്ങളൊക്കെ ഈ ആഴ്ചയിൽ തന്നെ ഉണ്ടാവുമെന്ന് കാണുന്നു. അപ്രതീക്ഷിതമായ ധനസഹായമാവാം, ചിലപ്പോൾ ലോട്ടറി അടിക്കുന്നതാവാം, അതല്ലെങ്കിൽ കഴിഞ്ഞ കുറേ കാലമായി കുറേ പണം ഇവർക്ക് കിട്ടാനുണ്ടായിരുന്നത് ഒരു രേഖയുമില്ലാതെ അല്ലെങ്കിൽ ഒരു വ്യക്തതയുമില്ലാതെ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരുന്ന കാര്യങ്ങളിൽ ഒരു വ്യക്തതയുണ്ടാകുന്നു. കൃത്യമായി അധികാരികൾ ഇടപെട്ടോ നിയമത്തിൻ്റെ ഇടപെടൽ കൊണ്ടോ ഒക്കെ ആ പണം ഇവരിലേക്ക് വന്നു ചേരുന്നതായി കാണുന്നു. അത് വലിയ താമസമില്ലാതെ ഇവരിലേക്ക് എത്തുന്ന ഒരവസ്ഥ, ആ വാർത്തകൾ ഇവർ കേൾക്കാനിടവരുന്നു ഈ ആഴ്ച തന്നെ. അതുകൊണ്ട് പൊതുവേ ഈ ആഴ്ചയുടെ ആദ്യ ദിവസം കഴിഞ്ഞാൽ പിന്നീട് രണ്ടാം പകുതി, പ്രത്യേകിച്ചും രണ്ടാം പകുതിയിലെ അവസാന ദിവസം വളരെ ഗുണകരമായ വാർത്തകൾ കേൾക്കുകയും സാമ്പത്തികമായ ഇടപാടിൻ്റെ കാര്യത്തിലും പ്രവർത്തനങ്ങളുടെ കാര്യത്തിലും കടബാധ്യതയുടെ കാര്യത്തിലുമൊക്കെ ഇവർക്ക് ആശ്വാസം കിട്ടുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നു. മുടക്കം ആയിരുന്ന പ്രവർത്തനങ്ങൾ തുറന്നു കിട്ടുന്നു. പുതിയ പ്രോജക്റ്റുകൾ ഇവരിലേക്ക് വരുന്നു. അതുകൊണ്ട് പൊതുവെ ഗുണകരമായ അവസ്ഥ ആദ്യ ദിവസവും അവസാനത്തെ ദിവസവും ഇവർക്കുണ്ടാകുന്നു. ഈ ആഴ്ചയിൽ കന്നിക്കൂറിനെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 28 പിന്നെ 4-ാം തീയതിയുമാണ്. ഉദരസംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകാം, പ്രത്യേകമായി ശ്രദ്ധിക്കണം. ലോവർ അബ്ഡമിൻ ഭാഗം, അതുപോലെ തന്നെ ഇവർക്കും ഈ പൊക്കിളിന് ചുറ്റുമൊക്കെ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത, സ്കിൻ ഡിസീസ് ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. വിമർശനങ്ങളും അതുപോലെ തന്നെ ശത്രുക്കളുടെ ഇടപെടലുകളുമൊക്കെ ഉണ്ടാകുമെങ്കിലും അതിനെയൊക്കെ അതിജീവിക്കാൻ ഇവർക്ക് സാധിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കരുതൽ. അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിരയുടെ രണ്ടാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും പൊതുവെ ഗുണകരമാണ് അവസ്ഥ. ഈ ആഴ്ചയും ഇവർക്ക് ആഴ്ചയുടെ ആദ്യ ദിവസത്തിന് ശേഷം പൊതുവെ ഗുണകരമായിട്ട് കാണുന്നു. സാമ്പത്തിക നേട്ടവും പ്രവർത്തനങ്ങളിലുണ്ടാകുന്ന ഈശ്വരാധീനവും തന്നെയാണ് ഇവർക്ക് ഈ ആഴ്ചയിലും എടുത്തു പറയേണ്ടത്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും ഇവർക്കുണ്ടായിരുന്ന മാനസികമായ ബുദ്ധിമുട്ട് കുറേ നല്ല അളവിൽ പരിഹരിക്കപ്പെടുന്നു അല്ലെങ്കിൽ കുറയുന്നു എന്ന് വേണം കാണാൻ. സാമ്പത്തിക പരാധീനത കുറേയൊക്കെ മാറുമെങ്കിലും സാമ്പത്തിക പരാധീനതയ്ക്ക് കാരണമായ കാര്യങ്ങളിൽ നല്ല പുരോഗതി ഉണ്ടാകുന്നു. ആ തളർച്ചയൊക്കെ മാറുന്നു. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് പുതിയ ചില സംരംഭങ്ങൾ ആരംഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചില കാര്യങ്ങളിൽ മംഗളകർമ്മങ്ങൾ നടക്കുന്നതായിട്ട് കാണുന്നു. പ്രത്യേകിച്ചും ഈ മാസത്തിൻ്റെ പകുതിയോടുകൂടി ഇവർക്ക് ഗുണമാണ് കാണുന്നത്. അതിൻ്റെ തുടക്കമൊക്കെ ഈ ആഴ്ചയിൽ ഉണ്ടാകുമെന്ന് കാണുന്നു. പിന്നെ ഇഷ്ടപ്പെട്ട മേഖലയിൽ തന്നെ ഇവർക്കിപ്പോൾ വരുമാന വർധന ഉണ്ടാക്കാൻ സാധിക്കുന്നു. കഴിഞ്ഞ കുറേ കാലമായി ചില ആശങ്കകൾ ഇവരെ ഭരിച്ചിരുന്നു. തങ്ങൾ തുടർന്നു വന്നിരുന്ന പ്രവർത്തനങ്ങൾ, തൊഴിൽ മേഖല അത് മാറ്റേണ്ടി വരുമോ, അവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമോ, അതിന് ആശ്വാസം എന്നോണം ചില ഉത്തരങ്ങൾ വന്നിട്ടുണ്ട് ഈ ആഴ്ച. തങ്ങളുടെ പഴയ പ്രവർത്തനങ്ങൾ തന്നെ പുതിയ രൂപത്തിൽ ചെയ്ത് ഇവർക്ക് സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കാൻ സാധിക്കും വരും കാലങ്ങളിൽ എന്നുള്ളതിന് ചില ഉറപ്പുകൾ കിട്ടുന്നു. അതുപോലെ തന്നെ ഏറ്റവും വേണ്ടപ്പെട്ട ഇവരുടെ കാരണവസ്ഥാനത്തുള്ള പ്രായാധിക്യമുള്ള ബന്ധുക്കളുടെ ഇടപെടൽ കാണുന്നുണ്ട്. അവർ സാമ്പത്തിക സഹായമോ മറ്റു തരത്തിലുള്ള സാങ്കേതിക സഹായങ്ങളോ ഇവർക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. പ്രായോഗികമായ സഹായങ്ങൾ ചെയ്യുന്നതായി കാണുന്നു. അവരിൽ ആരുടെയെങ്കിലും ശാരീരികമായ അവസ്ഥയോ വേർപാടോ ചിലപ്പോൾ ഈ ആഴ്ചയോ അല്ലെങ്കിൽ ഈ മാസമോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. വിദ്യാഭ്യാസ സംബന്ധമായി ഇവരുടെ സന്താനങ്ങൾക്കുണ്ടാകാവുന്ന ചില പ്രശ്നങ്ങളാൽ ചിലപ്പോൾ മാനസിക വൈഷമ്യം തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് അനുഭവിക്കാനുള്ള ഇട കാണുന്നുണ്ട്. ആഴ്ചയുടെ ആദ്യ പകുതിയാണ് കൂടുതൽ ഗുണകരം. അത് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഏറ്റവും നേട്ടം ആഴ്ചയുടെ
അവസാന ദിവസമാണ്. ആ ദിവസവും സാമ്പത്തികമായ ചില ഗുണവും മനസ്സിന് സന്തോഷം ലഭിക്കുന്ന കാര്യങ്ങളും ഉണ്ടാകുന്നതായി കാണുന്നു. തുലാക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 29, 30, 1-ാം തീയതി ഉച്ച കഴിഞ്ഞും താരതമ്യേന ഗുണമുള്ളതായിട്ടാണ് കാണുന്നത്. അടുത്തത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളെന്ന് പറയുമ്പോൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ. ഇവരെ സംബന്ധിച്ചിടത്തോളം 4-ലെ രാഹു, അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം, 10-ാം ഭാവത്തിലെ ശുക്രൻ, 11-ൽ സൂര്യനും ബുധനും നിൽക്കുന്നതാണ് ഇവർക്ക് ഏറ്റവും നേട്ടം. 2-ാം തീയതി മുതൽ ബുധൻ 12-ലേക്കും വരുന്നു. 12-ലെ ബുധൻ ദോഷമൊന്നുമല്ല. എന്തായാലും വരുമാനത്തിൻ്റെ കാര്യത്തിൽ, ജോലിയുടെ കാര്യത്തിൽ അതിലൊന്നും വലിയ ദോഷം കാണുന്നില്ല. വരുമാനം ചില പുതിയ സംരംഭങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇവർക്ക് ജോലി വരുമാനം കിട്ടുന്ന തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് വളരുന്നതായിട്ട് കാണുന്നു. അല്ലെങ്കിൽ പുതിയ ഒരു സംരംഭത്തിലേക്ക് പ്രവേശിക്കുന്നതായിട്ട് കാണുന്നു. അത് സർക്കാരുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വളരെ വലിയ ചില സ്ഥാപനങ്ങൾ, കഴിഞ്ഞ വർഷങ്ങളായി നടന്നു വന്നിരുന്ന വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ചില സ്ഥാപനങ്ങളിൽ ജോലി നേടുകയോ അവരുമായി ബന്ധപ്പെട്ടുള്ള ചില ബിസിനസ് കാര്യങ്ങളിൽ കരാർ ഉറപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. എന്താണോ ഈ വൃശ്ചികക്കൂറിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾ പഠിച്ചത് അതിനനുസരിച്ചുള്ള ജോലി നേടാൻ സാധ്യതയുള്ള ഒരാഴ്ചയാണിത്. അതുമായി ബന്ധപ്പെട്ടുള്ള അഭിമുഖങ്ങളിലോ എഴുത്തു പരീക്ഷകളിലോ ഒക്കെ ആശ്വാസകരമായ മറുപടി, ആശ്വാസകരമായ ഉത്തരം ലഭിക്കുന്ന ചില അവസ്ഥകൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജോലിയുടെ കാര്യത്തിൽ ആശാവഹമായ പ്രതീക്ഷകൾ ഈ ആഴ്ച ഇവർക്ക് പുലർത്താൻ സാധിക്കുമെന്ന് കാണുന്നുണ്ട്. ആഴ്ചയുടെ ആദ്യ പകുതി അത്ര ഗുണകരമല്ലെങ്കിലും 2-ാം പകുതിയാണ് വൃശ്ചികക്കൂറിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഗുണകരം. പ്രത്യേകിച്ച് ആദ്യ പകുതി കഴിഞ്ഞുള്ള ഒരു 2.5-3 ദിവസങ്ങൾ വളരെ ഗുണകരമാണ്. സാമ്പത്തിക നേട്ടം, മനസ്സിന് ഉന്മേഷം നൽകുന്ന ഒരുപാട് നല്ല അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന അവസ്ഥ, ഏറ്റവും അടുത്ത ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, ഇതൊക്കെ ഇവരെ സഹായിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചില പ്രത്യേക തീരുമാനങ്ങൾ എടുക്കുന്നത് വഴി കർമ്മരംഗത്ത് വലിയ ചേഞ്ച് ഉണ്ടാകാനും നല്ല തഴക്കം വന്ന അനുഭവസ്ഥരുടെ അനുമോദനങ്ങൾ ഏറ്റുവാങ്ങാനും ഈ മേഖലയിൽ ഇവർക്ക് സാധിക്കുന്നതായി കാണുന്നുണ്ട്. ഇവർ ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം, ഇവരുടെ ഏറ്റവും ദോഷമുള്ള സംഭവം എന്ന് പറയുന്നത് വാഹനം ഓടിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധയും മാതാവിൻ്റെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ കൃത്യമായ മെഡിക്കേഷൻ നടത്തിക്കൊടുക്കാനുള്ള ചുമതലയുമാണ്. ആ കാര്യങ്ങളിൽ ചിലപ്പോഴെങ്കിലും അനാസ്ഥയുണ്ടാവുകയോ മാതാവിന് ചിലപ്പോൾ അസുഖമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വൃശ്ചികക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കാണെങ്കിൽ ആരോഗ്യ സംബന്ധമായി ഈ അപ്പർ അബ്ഡോമിൻ്റെ ഭാഗവും അതുപോലെ ഡയഫ്രം ഭാഗങ്ങളിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ കൈയുടെ കൈപ്പത്തികൾ, വിരലുകളുടെ ഈ ജംഗ്ഷൻ എന്ന് പറയുന്ന സന്ധികൾ, ഈ ഭാഗത്തൊക്കെ നീർക്കെട്ടോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. വാദസംബന്ധമായ അസുഖങ്ങൾ നേരത്തെ ഉള്ളവർ ഒന്ന് ശ്രദ്ധിക്കുക. ഈ സമയത്ത് അത് വർദ്ധിക്കാനിടയുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 28, പിന്നെ 1 ഉച്ച കഴിഞ്ഞ് 2, 3 താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് ധനുക്കൂറാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യ കാൽഭാഗം. ദേവിയുടെ അനുഗ്രഹം കൃത്യമായി ലഭിക്കുന്ന ഒരാഴ്ചയാണിത്. പ്രത്യേകിച്ചും കൃത്യമായ പ്രാർത്ഥനയും ഈശ്വരാധീനവും ഒക്കെ ഉള്ളവർക്ക് ഈ ആഴ്ച കൂടുതൽ ഗുണകരമായിട്ട് കാണുന്നു. തുറന്ന ഒരു അവസ്ഥ, അടഞ്ഞുകിടന്നിരുന്ന പല വാതിലുകളും തുറക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പല പ്രവർത്തനങ്ങളിലും ഇവർക്കുണ്ടായിരുന്ന മുടക്കം, അത് മനസ്സിന് നൽകിയിരുന്ന ഭീകരമായ ആശങ്കകൾ, ഇതിനെല്ലാം തന്നെ കുറവ് വരുന്നതായിട്ട് കാണുന്നു. അതുപോലെ സാമ്പത്തിക പരാധീനതയ്ക്കും സാമ്പത്തികമായ അധിക ചെലവിനുമൊക്കെ ഒരു നിയന്ത്രണം വരുന്നതായി കാണുന്നു. പണം കുറേയൊക്കെ ഇവരിൽ തങ്ങി നിൽക്കുന്നതായും പണം ഇവർക്ക് ഇവരുടെ അത്യാവശ്യം കാര്യങ്ങൾക്കും അല്പം ചില ആഡംബരങ്ങൾക്കുമൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുന്ന തരത്തിൽ വരുന്നതായി കാണുന്നു. കുടുംബത്തിൽ നിന്ന് ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. പ്രത്യേകിച്ചും മാതാവിനോ അല്ലെങ്കിൽ പിതാവിനോ ഉണ്ടാകാവുന്ന സാമ്പത്തിക ചെലവുകൾ കുറേയെങ്കിലും ഇവർ വഹിക്കേണ്ടതായി വരും, പ്രത്യേകിച്ചും ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ. അതുപോലെ തന്നെ ചില യാത്രകൾ മുടക്കം വരികയോ അതുവഴി ചെറിയ ചില നഷ്ടങ്ങൾ ഉണ്ടാവുകയോ ചെയ്യും. ചിലപ്പോൾ വാഹനത്തിൻ്റെ കേടുപാടുകൾ സംബന്ധമായോ അല്ലെങ്കിൽ ചില സൗന്ദര്യ പിണക്കങ്ങൾ വഴിയോ ചിലപ്പോൾ വീട്ടിലുണ്ടാകുന്ന ചില പിണക്കത്തിൻ്റെ ഫലമായി യാത്ര മാറ്റിവെക്കേണ്ടതായി വരികയോ ആ യാത്ര ഭാവിയിൽ ഇവർക്ക് ഗുണം ചെയ്യുന്ന ജോലിയുടെയോ സാമ്പത്തിക ഭദ്രതയുടെയോ കാര്യത്തിൽ അല്പമെങ്കിലും വീഴ്ച വരുത്തുകയോ ചെയ്യാം എന്ന് കാണുന്നുണ്ട്. ചില യാത്രകൾ മുടങ്ങാനുള്ള സാധ്യത ഈ ആഴ്ച കാണുന്നു. എന്നാൽ അതിനെല്ലാം ഉപരിയായി ആഴ്ചയുടെ അവസാന ദിവസം ഇവർക്ക് ഗുണകരമായി കാണുന്നു. ആഴ്ചയുടെ ആദ്യ പകുതിയുടെ ആദ്യ ദിവസത്തിന് ശേഷം മുടങ്ങിക്കിടന്നിരുന്ന യാത്രകൾക്ക് പകരമായി ഗുണമുള്ള അവസ്ഥ ഉണ്ടാകുന്നതായിട്ടും കാണുന്നുണ്ട്. ഏതായാലും സാമ്പത്തികമായ അവസ്ഥ ഇവർക്ക് കുറേയൊക്കെ ഭദ്രമാകുന്നു. അതുപോലെ ജോലി സംബന്ധമായ കാര്യങ്ങളിലുണ്ടായിരുന്ന ആശങ്കകൾ കുറയുന്നു. തങ്ങളുടെ ഇടങ്ങൾ കുറച്ചുകൂടി, ജോലി ചെയ്യുന്ന ഇടങ്ങൾ കുറച്ചുകൂടി ഭദ്രമായി മാറുന്നതും ഈശ്വരാധീനത്തിൻ്റെ
വഴിയിലൂടെ സഞ്ചരിക്കുന്നതായും ഇവർക്ക് തന്നെ അനുഭവവേദ്യമാകുന്ന അവസ്ഥകളാണ് കാണുന്നത്. അതുകൊണ്ട് പൊതുവെ ഗുണകരം എന്ന് തന്നെ വിശേഷിപ്പിക്കാം ഇവരുടെ അവസ്ഥ. ആഴ്ചയുടെ ആദ്യ പകുതി അത് ബുധൻ വളരെ ബലവാനായിട്ട് നിൽക്കുന്നു. അതുപോലെ 2-ാം തീയതി മുതൽ 11-ലേക്കും വരുന്നു. തങ്ങൾക്കറിയാവുന്ന മേഖലയിൽ നന്നായി ഇവർക്ക് ഷൈൻ ചെയ്യാൻ സാധിക്കുകയും അത് സാമ്പത്തികമായ ഭദ്രതയ്ക്ക് ഇടവരുത്തുകയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 29, 30, 1 ഉച്ച കഴിഞ്ഞ് പിന്നെ 4-ാം തീയതിയും നല്ലതാണ്. അടുത്തത് മകരക്കൂറാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 2-ാമത്തെ മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം 6-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു വ്യാഴം. ഈ മാസം ഇവർക്ക് 7-ലോട്ട് വ്യാഴം വരുന്നുണ്ട്. അതുപോലെ 3-ൽ ശനി, 2-ൽ രാഹു, അഷ്ടമത്തിൽ ശുക്രൻ. ശുക്രൻ അഷ്ടമത്തിൽ ഒട്ടും ദോഷം ചെയ്യില്ല. പക്ഷേ കേതു അഷ്ടമത്തിൽ നിൽക്കുന്നത് ശുക്രൻ്റെ ശുഭത്വത്തെ കൂടി അല്പം കുറച്ചേക്കാനൊരു സാധ്യത കാണുന്നുണ്ട്. എന്നാലും ശുക്രനും കേതുവും തമ്മിലുള്ള നിൽപ്പ് ഇവരുടെ കച്ചവട സംബന്ധമായ പ്രവർത്തനങ്ങളിലും ദാമ്പത്യ സംബന്ധമായ പ്രശ്നങ്ങളിലും അതുപോലെ കലാപരമായ കഴിവുകൾ ഇവർക്കുണ്ടെങ്കിൽ ആ കലാപരമായ കഴിവുകളിലുമൊക്കെ ചെറിയ തോതിലെങ്കിലും ചില ന്യൂനതകൾ വരുത്താൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കണം. കാരണം അഷ്ടമത്തിലെ ശുക്രൻ അപ്രതീക്ഷിതമായ ധനസഹായവും പ്രശസ്തിയും നേട്ടവും ധനപരമായ വരവും കുടുംബത്തിൽ സുസുഖം വാഴുന്ന ഒരവസ്ഥയുമൊക്കെ ഉണ്ടാക്കുമെങ്കിലും കേതു കൂടെ നിൽക്കുന്നതിനാലും ശുക്രന് സൂര്യൻ്റെ രാശി അത്ര പിടിപ്പതല്ലാത്തതുകൊണ്ടുമൊക്കെ ഉണ്ടാകാവുന്ന ചില ദോഷങ്ങൾ മാത്രമേ ഉള്ളൂ. മാത്രമല്ല ശുക്രൻ ഈ മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം യോഗകാരകനാണ്. കേന്ദ്ര ത്രികോണാധിപത്യം ഉള്ളതുകൊണ്ട് തന്നെ ഗുണമുണ്ട്. അതുകൊണ്ട് തീരെ മോശമല്ല, എന്നാൽ തീരെ ഗുണവും ചെയ്യില്ല എന്ന് ചിന്തിക്കണം. 10-ാം ഭാവത്തിലേക്ക് ബുധൻ ആഴ്ചയുടെ 2-ാമത്തെ പകുതിയിൽ, അതായത് 2-ാം തീയതി തൊട്ട് വരുന്നുണ്ട്. അത് ഗുണകരമാണ്. തങ്ങൾക്ക് അറിവുള്ള മേഖലകൾ, കഴിവുള്ള മേഖലകളിൽ ഏറ്റവും നന്നായി സമ്പാദ്യം ഉണ്ടാക്കാൻ തക്കവണ്ണം വർക്കുകൾ, ജോലികൾ കിട്ടുകയോ അല്ലെങ്കിൽ അത്തരം ജോലികളിൽ കരാറാവുകയോ ചെയ്യും. പുറമേ അല്പം റഫെന്ന് തോന്നുന്ന ചില കാര്യങ്ങളിൽ ഇടപെടുകയും അതിൽ നിന്ന് സാമ്പത്തികമായ വരുമാനവും കാര്യങ്ങൾ സ്മൂത്തായി വളരെ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർക്ക് സാധിക്കുകയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രധാന കാര്യം വയറിൻ്റെ പ്രശ്നമാണ്. വസ്തിപ്രദേശം എന്ന് മൊത്തത്തിൽ പറയും. വയറ്, അരക്കെട്ട്, മൂലാധാരം തുടങ്ങിയ സ്ഥലങ്ങൾ എല്ലാം കൂടെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പ്രദേശങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതയോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വയറ് വണ്ണിക്കുന്നതിൻ്റെ ഫലമായോ ഉണ്ടാകാവുന്ന ചില പ്രശ്നങ്ങൾ, ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻസ്, ഇതെല്ലാം വായുക്ഷോഭം ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത. അത് ചില അസ്വസ്ഥതകളും ചിലപ്പോൾ ശാരീരികമായ ചില അവശതകളും ആലസ്യവും ചിലപ്പോൾ യാത്രകളെ തടയുമൊക്കെ ചെയ്യാം. അതുമാത്രമാണ് ഈ ആഴ്ച ഇവർക്ക് അല്പമെങ്കിലും ദോഷമായി നിൽക്കുന്നത്. പൊതുവെ സാമ്പത്തിക കാര്യത്തിൽ കഴിവുള്ളവർക്ക്, ജോലി ചെയ്യാൻ യാതൊരു മടിയുമില്ലാത്തവർക്ക് നല്ല ഗുണം കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 28, പിന്നെ 1 ഉച്ച കഴിഞ്ഞ് 2, 3 താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് കുംഭക്കൂറാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ 2-ാമത്തെ പകുതി, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ. ഇവരെ സംബന്ധിച്ചിടത്തോളം 5-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം ഗുണകരമാണ്. അതുപോലെ തന്നെ 7-ൽ സഞ്ചരിക്കുന്ന ശുക്രൻ സാമ്പത്തിക കാര്യത്തിലുമൊക്കെ ഗുണമാണ്, പ്രവർത്തനങ്ങളിലും ഗുണമാണ്. എന്നാൽ ദാമ്പത്യ സംബന്ധമായ കാര്യങ്ങളിൽ പ്രശ്നമുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഒന്നാമതേ രാഹു ലഗ്നത്തിൽ നിന്നുകൊണ്ട്, അതായത് ജന്മരാശിയിൽ നിന്നുകൊണ്ട് നേരെ 7-ാം ഭാവത്തിലേക്ക് നോക്കുന്നു. അവിടെ കേതു നിൽക്കുന്നു, അവിടെ ശുക്രൻ നിൽക്കുന്നു. ആ ശുക്രനെയും വീക്ഷിക്കുന്നു. സ്വാഭാവികമായും സംശയത്തിൻ്റെ തീപ്പൊരികൾ ബന്ധങ്ങളിൽ വീഴാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. മൂന്നാമതൊരാൾ കടന്നു വന്ന് പ്രശ്നങ്ങൾ വഷളാക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഈ വിവാഹേതര ബന്ധങ്ങൾ ഉള്ളവർ, ഈ നക്ഷത്രക്കാർ വളരെ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള കലഹമോ അഭിപ്രായ വ്യത്യാസമോ ചിലപ്പോൾ വാക്കേറ്റമോ കോടതി കയറേണ്ടി വരുന്ന അവസ്ഥയോ ഒക്കെ ഉണ്ടാകാം. അത് ശ്രദ്ധിച്ചു കൊള്ളണം. കാരണം 7ര ശനി പൂർണ്ണമായും ഇവർക്ക് തീർന്നിട്ടില്ല എന്ന് മനസ്സിലാക്കണം. എന്നാൽ അഷ്ടമത്തിൽ നിൽക്കുന്ന ബുധൻ 2-ാം തീയതി വരെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിലും ഇവരുടെ കഴിവ് അനുസരിച്ച് ഇവർക്ക് മുന്നേറാൻ സാധ്യതയുള്ള മേഖലകളിലും തീർച്ചയായും ഇവർക്ക് അനുഗ്രഹമായി നിൽക്കുന്നു. നയന സംബന്ധമായോ ഹൃദയ സംബന്ധമായോ ഞരമ്പ് സംബന്ധമായോ എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടാവാം. പിതാവുമായോ കാരണവസ്ഥാനത്തുള്ളവരുമായോ അല്ലെങ്കിൽ മേലധികാരികളുമായോ തർക്കമോ അഭിപ്രായ വ്യത്യാസമോ ഉണ്ടാകാനുള്ള സാധ്യത, പിതാവിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളിൽ ഉത്കണ്ഠയുണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. എന്നാൽ ഈശ്വരാനുഗ്രഹം പൊതുവേ ഉള്ളതിനാൽ പല കാര്യങ്ങളിൽ നിന്നും അവസാന നിമിഷമെങ്കിലും ഇവർക്ക് യാതനകളും അതുപോലെ തന്നെ ദോഷാവസ്ഥകളും ഒന്നും ഏൽക്കാതെ രക്ഷപ്പെടാൻ സാധിക്കുമെന്നും കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 28, 29, 30, 1 ഉച്ചവരെ, അതിനുശേഷം 4-ാം തീയതിയും ഗുണകരമാണ്.
അടുത്തത് മീനക്കൂറാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങൾ. ഇവരെ സംബന്ധിച്ചിടത്തോളം 6ലെ ശുക്രൻ അത്ര നല്ലതല്ല, 7ാം ഭാവത്തിലെ ബുധനും അത്ര നല്ലതല്ല, 7ൽ സൂര്യനും നിൽക്കുന്നു. പൊതുവേ ഇവർക്ക് ഗുണം എന്ന് പറയാൻ തക്കവണ്ണമുള്ള കാര്യം അഷ്ടമത്തിൽ 2ാം തീയതി വരുന്ന ബുധനാണ്. അതുപോലെ തന്നെ 4ാം ഭാവത്തിലെ വ്യാഴം താരതമ്യേന ഗുണം ചെയ്യും. വലിയ ദോഷം ഇല്ല, വലിയ ഗുണവുമില്ല. കാരണം കണ്ടകവ്യാഴൻ 4ൽ നിൽക്കുമ്പോൾ വലിയ ഗുണങ്ങളെ പറയരുത്. ഇവിടെ ഒരു പ്രധാന കാര്യം ഇവരുടെ കർമ്മരംഗത്തുണ്ടാകാവുന്ന അനുഗ്രഹങ്ങളാണ്. ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ പരാജയവും വീഴ്ചയും ആലസ്യവും ഒക്കെ ഉണ്ടായിരുന്നു. അതിനൊരു മാറ്റം വരുന്നുണ്ട്. കുറച്ചുകൂടി തങ്ങളുടെ മേഖലയിൽ ഇവർക്ക് തിളങ്ങാൻ സാധിക്കുന്നതായിട്ട് കാണുന്നു. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ ഭദ്രത പൊതുവേ ഈ ആഴ്ച ഇവർക്ക് ഗുണകരമാണ്. ആഴ്ചയുടെ ആദ്യ ദിവസത്തിന് ശേഷം ആദ്യ പകുതിയും 2ാം പകുതിയും ചേർന്ന് വരുന്ന ഏകദേശം 4ഓളം ദിവസങ്ങൾ, 4-4.5ഓളം ദിവസങ്ങൾ കർമ്മരംഗത്തും സാമ്പത്തികമായ നേട്ടങ്ങളുടെ കാര്യത്തിലും ഇവർക്ക് വളരെ ഗുണം ചെയ്യുമെന്ന് കാണുന്നു. പുതിയ ചില പ്രോജക്റ്റുകൾ സൈൻ ചെയ്യുന്നതായിട്ട് വരാം. അതുപോലെ പുതിയ പ്രവർത്തനങ്ങളിൽ വിജയമുണ്ടാകുന്നതായി സ്വയം മനസ്സിലാക്കുകയും അതിൽ ആഹ്ലാദം കൊള്ളുകയും ചെയ്യാം. കൃത്യമായി യാഥാർത്ഥ്യമുള്ള അറിവുകളായിരിക്കുകയും ചെയ്യും അത്. അതുപോലെ ചില പുതിയ ബന്ധങ്ങൾ ഇവരുടെ മനസ്സിന് ആഹ്ലാദം നൽകുകയും തങ്ങളുടെ വിജയത്തിന് കുടപിടിക്കുകയും ചെയ്യുന്നൊരവസ്ഥ കാണുന്നുണ്ട്. പൊതുവേ ഇവർക്ക് വൈകാരികമായ ഭദ്രതയും അതുപോലെ തന്നെ സാമ്പത്തിക നേട്ടത്തിന് ഉതകുന്ന തരത്തിലുള്ള തങ്ങളുടെ കർമ്മമേഖലയിൽ വ്യാപരിക്കാനുള്ള ഭൗതിക സാഹചര്യങ്ങളും ഒത്തുവരുന്നതായി കാണുന്നു. തുടക്ക ദിവസം പിതാവിനത്ര നല്ലതല്ലെങ്കിലും ശാരീരികമായ അവശതയിൽ നിന്ന് അവർക്ക് മാറ്റം വരുന്നതായി കാണുന്നുണ്ട്. ആഴ്ചയുടെ അവസാന ദിവസം അപ്രതീക്ഷിതമായ ചില ചിലവുകൾ കടന്നു വരുന്നതായി കാണുന്നുണ്ട്. ഒന്നുകിൽ മീനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് അവരുടെ തന്നെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ അതല്ലെങ്കിൽ അവരുടെ സന്താനങ്ങൾക്കോ അല്ലെങ്കിൽ ഏറ്റവും വേണ്ടപ്പെട്ട രക്തബന്ധുക്കൾക്കോ എന്തെങ്കിലും ആശുപത്രിവാസമോ പ്രശ്നമോ വരുമ്പോൾ അതിന് പണം മുടക്കേണ്ടി വരികയോ ചെയ്യാം. ഉടനെ ലാഭം കിട്ടാത്ത ചില കാര്യങ്ങൾക്ക് പണം മുടക്കേണ്ടി വരും എന്നാണ് കാണുന്നത്. പൊതുവേ ജന്മശനി ഉള്ളതിനാൽ വളരെ ശ്രദ്ധിക്കണം. കാരണം ശരീരത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷനോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടാകാം. സൂര്യൻ്റെ ദൃഷ്ടിയും വരുന്നുണ്ട്. സൂര്യനും ശനിയും ശത്രുക്കൾ പരസ്പരം ദൃഷ്ടി ചെയ്യുന്നൊരവസ്ഥ ജന്മലഗ്നത്തിന് വരുമ്പോൾ സ്വാഭാവികമായും ഹൃദയം, കണ്ണ്, ഞരമ്പുകൾ, ഈ ഭാഗം, ത്വക്ക്, അതുപോലെ തന്നെ നമ്മുടെ ചിന്തകളിൽ ഉണ്ടാകാവുന്ന ചില ഭ്രമങ്ങൾ, നീതിയിൽ നിന്ന് മാറി അനീതി ചെയ്യാനുള്ള പ്രേരണ, ഇതൊക്കെ ഉണ്ടാകാം. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 29, 30, 1, 2, 3 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതാണ്. ശനി വളരെ ദോഷമായും പ്രശ്നമായും നിൽക്കുന്നവർക്ക് ശനീശ്വരനെ തന്നെയാണ് ഭജിക്കേണ്ടത്. കലിയുഗത്തിൽ പരമപ്രധാനം ജപം എന്ന വസ്തുത വച്ചിട്ട് ഓം ശനൈശ്വരായ നമ എന്ന് ജപിക്കുക. എത്ര വേണോ ജപിക്കാം, അത്രയും നല്ലതാണ്. ശനിദോഷങ്ങളെ അകറ്റാനും ശനിദശയിലെ ദോഷങ്ങളെ അകറ്റാനുമൊക്കെ ജപമാണ് പരമപ്രധാനം. പിന്നെ സാധിക്കുന്നവർക്ക് ശനീശ്വരൻ്റെ ക്ഷേത്രത്തിലോ നവഗ്രഹങ്ങളിൽ ശനീശ്വര ക്ഷേത്രത്തിലോ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ശാസ്താവിൻ്റെ ക്ഷേത്രത്തിലോ ശനിയാഴ്ച ദിവസം ദർശനം നടത്താം. ശനിയാഴ്ച കറുത്ത വസ്ത്രം ധരിക്കുന്നത് നല്ലതാണ്. കാക്കയ്ക്ക് ഇടത്തെ കൈകൊണ്ട് എച്ചിൽ കൊടുക്കാം. തെരുവ് നായ്ക്കൾക്കൊക്കെ ആഹാരം കൊടുക്കാം. ഏറ്റവും വിഷമിക്കുന്ന വ്യക്തികളെ ചേർത്തു പിടിക്കുന്നിടത്ത് ശനി നിങ്ങൾക്ക് അനുഗ്രഹമായി മാറുന്നുവെന്ന് ചിന്തിക്കുക. അതുപോലെ വ്യാഴത്തിന് ദോഷമുള്ള അവസ്ഥ ഉള്ളവർ, വ്യാഴം നീചമായി നിൽക്കുന്നവർ, ഇപ്പോൾ കണ്ടകവ്യാഴം ഉള്ളവർ അല്ലെങ്കിൽ അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്നവർ, അവർ മഹാവിഷ്ണുവിനെ ഭജിക്കുക, ബൃഹസ്പതിയെ ഭജിക്കുക. അവർക്ക് മഞ്ഞപ്പട്ട് സമർപ്പിക്കുക വിഷ്ണുസ്വാമി ക്ഷേത്രത്തിൽ ചെന്നിട്ട്. അതുപോലെ നെയ്വിളക്ക് കത്തിക്കാം, പാൽപ്പായസ നൈവേദ്യം, ഇതെല്ലാം നല്ലതാണ്. ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷരി മന്ത്രം ജപിക്കാം. അതുപോലെ ഓം നാഗായ നമ എന്നോ ഓം അനന്തായ നമ എന്നോ നാഗദോഷ പരിഹാരങ്ങൾക്ക് ജപിക്കാം. നാഗങ്ങൾക്ക് 100 പാലും നൽകാം. ഒന്നുകിൽ അനുഭവിക്കുന്ന വ്യക്തികളുടെ നക്ഷത്രത്തിനോ അല്ലെങ്കിൽ ആയില്യം ദിവസങ്ങളിലെ ആഘോഷങ്ങളിലോ അത് ചെയ്യാം. ഗണപതിയെ സ്തുതിക്കുക മാത്രമാണ് കേതുവിൻ്റെ ഏതു വിധേനയുള്ള ദോഷങ്ങൾക്കും പരിഹാരം. ഓം ഗം ഗണപതയേ നമ എന്നോ ഓം ശ്രീ മഹാഗണപതയേ നമ എന്നോ ജപിക്കുക. ഗണപതിക്ക് കറുകമാല അർപ്പിക്കുക, തേങ്ങ ഉടയ്ക്കുക, അതുപോലെ തന്നെ ഉണ്ണിയപ്പ നിവേദ്യം, ഇതെല്ലാം നടത്തുക. എല്ലാവർക്കും നല്ലൊരാഴ്ചയാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.